കേസ്. കഥാകൃത്തായ ശ്രീ ജോഷി ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീ ജോഷി ജോസഫ്, ഈ പരാതി ഇപ്പോൾ കൊച്ചി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ആരോപണത്തിൽ നിന്ന് മാറി അതിന് മറ്റൊരു തലം കൈവരുന്നുണ്ട്. ഈ ശ്രീലേഖ മിത്ര മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു ശ്രീ ജോഷി ജോസഫ്? ഇല്ല, എനിക്ക് ആ കംപ്ലൈന്റ് അയച്ചത് ഫോർവേഡ് ചെയ്തു, അത് മാത്രമാണ് ഉണ്ടായത്. ഇത് തരൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കുത്തതിന്റെ ഫലമായിട്ട് ആണ് ഉണ്ടായത്. അല്ലെങ്കിൽ അത് നമുക്ക് കുറേം കൂടി രമ്യമായി പരിഹരിക്കാമായിരുന്ന ഒരു ഇടമാണെന്ന് ഞാൻ കരുതുന്നു. ഇത് എഴുതി തന്നില്ലെങ്കിൽ ഒരു കടലാസിൽ ഒരു മെയിൽ അയക്കാൻ എത്ര സമയം വേണമെന്ന് ഞാൻ 2 ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ വിളിച്ച് നിങ്ങൾ വെറും ആരോപണം മാത്രമല്ലേ, എഴുതരാൻ പേടിക്കുന്ന എന്താണെന്നൊക്കെ ക്രിക്കറ്റ് കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ അന്നുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഇനി പോലീസിന് നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു, അതൊക്കെ താങ്കൾക്കും പോലീസിനോട് വിശദീകരിക്കേണ്ടി വരുമല്ലോ ശ്രീ ജോഷി ജോസഫ്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഒരു ജീവിതത്തിൽ ചില കാര്യങ്ങൾ വന്നു വീഴും. അപ്പൊ അതേപോലെ വന്നു വീണ ഒരു സത്യത്തിന്റെ മുഹൂർത്തത്തിൽ നിന്നും എനിക്ക് ഓടിയോ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ലാത്തത്. ഐ ആം എ കംപ്ലീറ്റ് ഔട്ട്സൈഡർ ടു ദിസ് ഇൻഡസ്ട്രി. ഇൻ എ വേ ഞാൻ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയുടെ കമ്പോളത്തിൽ നിന്നും വിമുക്തനായതുകൊണ്ട് എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്ന് പേടിക്കാനില്ലാത്തതുകൊണ്ടും സത്യത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന സ്വഭാവം എനിക്ക് ഇതേവരെ ഇല്ലാത്തതുകൊണ്ടും ആണ് ചെയ്തത്. അത് എവിടെയും ഇനിയും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. പോലീസ് വിളിപ്പിക്കുകയാണെങ്കിൽ താങ്കൾ മൊഴി നൽകാൻ വരുമെന്ന് തന്നെ അല്ലേ? അതല്ല, പോലീസ് വിളിപ്പിക്കട്ടെ. ശരി. അപ്പൊ ഈ പരാതി, ഇതിന്റെ പകർപ്പ് താങ്കൾക്ക് ശ്രീലേഖ മിത്ര നൽകുക മാത്രമാണ്, ഫോർവേഡ് ചെയ്ത് നൽകുക മാത്രമാണ് ചെയ്തത്? അതിനൊപ്പം മറ്റൊരു കാര്യവും സംസാരിച്ചില്ല എന്നാണോ ശ്രീ ജോഷി ജോസഫ്? ഒന്നുമില്ല. അവരിപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഇരിക്കക്കള്ളിയില്ല, കാരണം അവരുടെ നമ്പർ പല ചാനലുകളിലും ഉള്ളതുകൊണ്ടേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇരിക്കക്കള്ളിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് എയറോപ്ലെയിൻ മോഡിലിട്ട് സുഖമായി കിടന്നുറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശരി, നന്ദി ശ്രീ ജോഷി ജോസഫ് പ്രതികരണം അറിയിച്ചതിന്. അദ്ദേഹം അതിനൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത്. പോലീസ് വിളിപ്പിക്കുകയാണെങ്കിൽ നോക്കട്ടെ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ പരാതി നൽകിയ നടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി ശ്രീലേഖ മിത്ര. കഴിഞ്ഞ ദിവസം മുതൽ ആരോപണം എന്നുള്ള തരത്തിലായിരുന്നു അത്, എങ്കിൽ ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നു, ഒരു പരാതിയുടെ രൂപത്തിലേക്ക് മാറുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ലൈംഗിക ഉദ്ദേശത്തോടെ തന്നെ സ്പർശിച്ചു എന്ന പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് കൂടി വ്യക്തമാക്കുന്നു. കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ സംഭവം എന്നുകൂടി അവർ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന് ഇനി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ ആരോപണത്തിൽ നിന്ന് മാറി അത് പരാതിയുടെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. കൊച്ചി സിറ്റി പോലീസ് പരാതി വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അവർക്കിത് കൈമാറുമോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതി എന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രാഥമികമായി കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. ഒരുപക്ഷെ നിയമോപദേശമടക്കം തേടേണ്ടി വരും. 2009 നടന്ന സംഭവമാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് പോലീസ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണുവും, ഇതിൽ ഈ പരാതിയിൽ പോലീസ് വളരെ വേഗത്തിലൊരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയമോപദേശം, അതിനുശേഷം വിദഗ്ധ അഭിപ്രായം, അങ്ങനെ എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് വിഷ്ണു? ഉന്മേഷ്, ഒരു വിശദമായ നിയമോപദേശം, അതിലൊരു ഒറ്റൊരു കാര്യം മാത്രമാണ് പോലീസിന് മുൻപിലുള്ള ഒരു ആശയക്കുഴപ്പം. അതൊന്ന്, ഈ കേസ് സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമോ അതല്ല എങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറണോ, ഇത് മാത്രമാണ് പോലീസിന് മുൻപിലുള്ള ആശയക്കുഴപ്പം. മറ്റൊന്നുമായി ബന്ധപ്പെട്ടും ഒരു ആശയക്കുഴപ്പവും ഇല്ല. കാരണം ഇതൊരു വനിത, ശ്രീലേഖ മിത്ര എന്ന വനിത തനിക്ക് നേരിട്ട ദുരനുഭവം, ഒരു സംവിധായകനിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം, തൻ്റെ ലൈംഗിക ഉദ്ദേശത്തോടെ അയാൾ കയറി പിടിക്കാൻ ശ്രമിച്ചു, അയാൾക്കെതിരെ ക്രിമിനൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവ്വ തെളിവുകളും
നിരത്തിക്കൊണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി നിരത്തിക്കൊണ്ട് ഒരു പരാതി പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അതിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് പോലീസ് നിയമ നടപടികൾ അല്ലെങ്കിൽ തുടർ നിയമ നടപടികളോ അല്ലെങ്കിൽ നിയമോപദേശമോ നേടേണ്ട ഒരാവശ്യവുമില്ല. ഇത് കേസ് ആരന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് പോലീസ് ഇതുമായി ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. നിലവിൽ ഈ പരാതിയിൽ വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് തനിക്ക് രഞ്ജിത്തിൽ നിന്നുണ്ടായ ദുരനുഭവം ചില ചാനലുകളിലൂടെ പുറത്തു പറഞ്ഞത്. രഞ്ജിത്ത് ഒരു നേരത്തെ അക്കാഡമി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ വഹിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നീട് ഈ ആരോപണം താൻ പുറത്തു പറഞ്ഞപ്പോൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നൊരു ആക്ഷേപം, എന്തുകൊണ്ട് ഇത് റിട്ടേൺ പരാതിയായി നൽകുന്നില്ല, എന്തുകൊണ്ടായിരുന്നു ഒരു കംപ്ലൈൻ്റായി നൽകുന്നില്ല, ഇതൊരു ആരോപണം മാത്രമല്ലേ എന്ന പല കോണിൽ നിന്ന് ചോദ്യം വരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ, ഒരു സ്ത്രീ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കേസെടുക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതുവായി ഉയർന്നു വന്ന പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന ഒരു ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് താൻ ഇത്തരത്തിലൊരു പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളത്. ഈ പരാതിയിൽ ജോഷി ജോസഫിൻ്റെ അടക്കം പേരുകൾ അവർ പരാമർശിച്ചിട്ടുണ്ട്. 2009 പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് തന്നെ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ച് അത് കഥ ഡിസ്കസ് ചെയ്യാനെന്ന് പറഞ്ഞ കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് രഞ്ജിത്ത് വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ചാണ് ഈ കഥ പറയുന്നതിനിടയിൽ രഞ്ജിത്ത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കയറി പിടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു താൻ എന്നാണ് ഈ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി താൻ എത്തിയത് ജോഷി ജോസഫ് എന്ന് പറയുന്ന തനിക്കറിയാവുന്ന ഒരു സംവിധായകൻ്റെ അടുത്തേക്കാണ്. അവിടെയാണ് അന്നത്തെ ദിവസം താൻ ശ്വാസം അടക്കി പിടിച്ച് കഴിഞ്ഞുകൂട്ടിയത്. വലിയൊരു ട്രോമ ആ ഘട്ടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നു. അന്ന് തന്നെ സഹായിച്ചത് ജോഷിയാണ്. ആ ജോഷിയുടെ പേരടക്കം ഈ പരാതിയിൽ അവർ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ജോഷിയുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തും. പോലീസ് അദ്ദേഹത്തെ ഇതിനോടകം പക്ഷേ വരും മണിക്കൂറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫാദർ അഗസ്റ്റിൻ വട്ടോളിൻ്റെ പേര് ഈ പരാതിയിൽ ഇല്ലായെങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമെന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെയും സമീപിക്കും. പ്രാഥമിക അന്വേഷണം നാളെ തന്നെ ആരംഭിക്കും. ഇതിലൊരു വിശദമായ ഇതിൽ ആരായിരിക്കും ഒരു കേസെടുത്ത് അല്ലെങ്കിൽ ഇത് ഏത് ബോഡിയായിരിക്കും അന്വേഷിക്കുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കൊച്ചി സിറ്റി പോലീസിനായിരിക്കും, അതല്ല എങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനായിരിക്കും ഈ കേസിൻ്റെ അന്വേഷണ ചുമതല എന്ന് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വം. കേസെടുക്കുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഈ ഘട്ടത്തിൽ ഉയരേണ്ടതില്ല. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നടിയുടെ വെളിപ്പെടുത്തൽ അത് പുറം ലോകം പറഞ്ഞത് ബൽറാം നെടുങ്ങാടിയിലൂടെയാണ്. ബൽറാം അല്പസമയത്തിനകം ചേരും വിവരങ്ങളുമായി.